കർത്താവേ, നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അരുളി ചെയ്ത വചനം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നീ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് കർത്താവേ. ഈ ബോധ്യത്തിൻ്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശാന്തമായ ജലാശയത്തിലേക്കാണ് നീ നിൻ്റെ ആടുകളെ മേയ്ക്കുന്നത്. ഇളകാത്ത, ഓളമില്ലാത്ത, കുടിക്കുമ്പോൾ മൂക്കിൽ പോലും വെള്ളം കയറാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമേ നീ ശ്രദ്ധിക്കണത്. ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിലും അനുദിന യാവനകളിലും പോലും കല്ല് കടിക്കരുത്, ചീത്തലും തുമ്മലും ഉണ്ടാവരുത്. അത് സ്വച്ഛവും സമാധാനമായി അനുദിന ജീവിത ആഹാര നടപടികൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് അതിമനോഹരമായാണ് ദൈവമേ നിൻ്റെ സ്നേഹത്തെ സങ്കീർത്തനം വർണ്ണിക്കണത്. ഞങ്ങളതെല്ലാം ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണം കർത്താവേ. അങ്ങയുടെ മക്കളുടെയൊക്കെ മുമ്പിലെ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും എന്നെ പിന്തുടരുമെന്നുള്ളതും ഒരു ആധ്യാത്മികമായ അനുഭവമാണ് കർത്താവേ. പുറകിൽ കണ്ണില്ലാത്ത ഇടയൻ്റെ കണ്ണായിട്ട് നിൽക്കുന്ന വേട്ടപ്പട്ടികൾ, മറ്റ് മൃഗങ്ങളിൽ നിന്ന് ആടിനെ സംരക്ഷിക്കുന്ന മറ്റ് അവിചാരിതവും ആകസ്മികവും അഗോചരവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അങ്ങയുടെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിൻകണ്ണാണ് നിൻ്റെത് വഴിക്കണ്ണ് മാത്രമല്ല, പിൻകണ്ണാണ് നീ. രണ്ട് കണ്ണുകൾ, നന്മയും കാരുണ്യവും എന്നെ പിന്തുടരും ജീവിതകാലം മുഴുവൻ. കാരുണ്യം ഞങ്ങളുടെ കഴിവിലല്ല, അത് നിൻ്റെ കൃപയിലാണ്. അത് നോട്ട് ബൈ മെറിറ്റാണ്, ബട്ട് ബൈ ഗ്രേസാണ് കർത്താവ്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾ യോഗ്യത ഇല്ലെങ്കിൽ പോലും കർത്താവ് ജീവിതകാലം മുഴുവൻ നിൻ്റെ കാരുണ്യം ഞങ്ങളെ പിന്തുടരുമെന്ന് നീ പറയുന്നുണ്ടല്ലോ കർത്താവ്. അത് നിൻ്റെ വാഗ്ദാനമാണ് ഈശോയെ. ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാത്ര, ജോലി, താമസം, ക്രയവിക്രയം, എഴുത്ത്, പരീക്ഷ, പഠനം, സംസർഗം, തീരുമാനം, ചർച്ചകൾ, തീരുമാനം നടപ്പിലാക്കുന്നത്, ആശുപത്രിയിലുള്ള പോക്ക്, ആശുപത്രി കിടപ്പ്, രോഗത്തിൻ്റെ ചികിത്സ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചന്തയിൽ പോണതും സൂപ്പർ മാർക്കറ്റിൽ പോണതും കടയിൽ പോണതും, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 11 ഉറങ്ങുന്നവരെ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചലനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സംരക്ഷണ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ ദിവസത്തെ മക്കളെ ഞാൻ ചേർത്ത് നിർത്തി ആശീർവദിക്കുന്നു.